നമസ്കാരം, CBN വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. വീരാങ്കുടി ആദിവാസി ഉന്നതികളിൽ നിന്നും മാരാങ്കോട് വന്ന് താമസിക്കുന്ന ജനവിഭാഗങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി 10 ദിവസത്തിനുള്ളിൽ അടിയന്തര ഉന്നതതല യോഗം ചേരുമെന്ന് മന്ത്രി KA തുളസി. ഭൂമി തരംമാറ്റം, പട്ടയം അനുവദിക്കൽ എന്നിവ സുഗമമാക്കുവാൻ ചട്ടഭേദഗതി ആവശ്യമെങ്കിൽ നടപ്പിലാക്കുമെന്ന് റവന്യൂ മന്ത്രി AP അനിൽകുമാർ. സർക്കാരിലേക്ക് പണമടച്ച് പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കുന്ന ഉപഗ്രഹ ചിത്രങ്ങൾ തയ്യാറാക്കുന്നത് പകർപ്പവകാശ നിയമം ലംഘിച്ച്. ചാലക്കുടി നഗരസഭയുടെ നേതൃത്വത്തിൽ വിദ്യാഭ്യാസ രംഗത്ത് ഉന്നത വിജയം നേടിയവരെയും വിവിധ മേഖലകളിലെ പ്രതിഭകളെയും ആദരിച്ചു. കരസ്ഥമാക്കിയ സ്കൂളുകളാണ് നമ്മുടെ ചാലക്കുടി നഗരസഭയിലെ. നല്ലൊരു കയ്യടികൾ കൊടുത്ത് ആളൂർ കല്ലട ഹോളിഡേ ഇൻ ബാറിൽ നിന്ന് 85,400 രൂപ മോഷ്ടിച്ച കേസിൽ ബാറിലെ മുൻ അക്കൗണ്ടന്റിനെ ആളൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. വാർത്തകൾ വിശദമായി. വീരാങ്കുടി ആദിവാസി ഉന്നതികളിൽ നിന്നും മാരാങ്കോട് വന്ന് താമസിക്കുന്ന ജനവിഭാഗങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി 10 ദിവസത്തിനുള്ളിൽ അടിയന്തര ഉന്നതതല യോഗം ചേരുമെന്ന് മന്ത്രി KA തുളസി. അരേക്കാപ്പ് വീരാങ്കുടി ഉന്നതികളിൽ നിന്നും കോടശ്ശേരി പഞ്ചായത്തിലെ മാരാങ്കോട് കശുമാവിൻ തോട് സ്ഥലത്ത് ഷെഡ് വെച്ച് താമസിക്കുന്നവരെ സന്ദർശിക്കാനെത്തിയതായിരുന്നു മന്ത്രി. ഇവിടുത്തെ ജനങ്ങൾക്ക് ആവശ്യമായ സഹായങ്ങൾ ഏറ്റവും വേഗത്തിൽ ലഭ്യമാക്കുന്നതിന് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ആത്മാർത്ഥവും സജീവവുമായ ഇടപെടൽ ഉണ്ടാകും. കേവലം പ്രഖ്യാപനങ്ങളിലും വാഗ്ദാനങ്ങളിലും ഒതുങ്ങാതെ ജനങ്ങൾക്ക് സഹായം കൃത്യമായി എത്തിക്കുക എന്നതാണ് ഈ സർക്കാരിന്റെ പ്രാഥമിക ലക്ഷ്യവും ഉത്തരവാദിത്വവുമെന്ന് മന്ത്രി വ്യക്തമാക്കി. ഈ വിഷയത്തിൽ കൃത്യമായ അവലോകനങ്ങളും തുടർ നടപടികൾ ഉണ്ടാകുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. മാരാങ്കോട് 47 കുടുംബങ്ങളാണ് ഷെഡ് കെട്ടി താമസിക്കുന്നത്. അരേക്കാപ്പ് ഉന്നതിയിൽ നിന്നും 37 കുടുംബങ്ങളും വീരാങ്കുടി ഉന്നതിയിൽ നിന്നും 10 കുടുംബങ്ങളുമാണ് മാരാങ്കോട് ഇപ്പോൾ താമസിക്കുന്നത്. മാരാങ്കോട് താമസിക്കുന്ന ആദിവാസി ജനവിഭാഗങ്ങളുടെ ഭൂമി സംബന്ധമായ പ്രശ്നങ്ങളും അവർ നേരിടുന്ന മറ്റ് വെല്ലുവിളികളും മന്ത്രി ഉന്നതിയിലുള്ളവരോട് നേരിട്ട് ചോദിച്ചറിഞ്ഞു. സനീഷ് കുമാർ ജോസഫ് MLA, ചാലക്കുടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജാൻവി പൗലോസ്, കോടശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുനന്ദ നാരായണൻ, ചാലക്കുടി DFO N വെങ്കടേശ്വരൻ, ജില്ലാ ട്രൈബൽ ഡെവലപ്മെന്റ് ഓഫീസർ R ബിന്ദു, ഊരുമൂപ്പൻ സാബു, തദ്ദേശ ജനപ്രതിനിധികൾ, റവന്യൂ, വനം വകുപ്പ്, ട്രൈബൽ വകുപ്പ് ഉദ്യോഗസ്ഥരും മന്ത്രിയോടൊപ്പം ഉണ്ടായിരുന്നു. ശരിക്കും താമസിക്കുമ്പോൾ സ്ഥലമാണ് ശരിക്കും കണ്ടെത്താൻ വേണ്ടിയുള്ളത് ഇവിടെയാണ്. അപ്പോൾ നമുക്ക് ഒരു ധാരണ ഉണ്ടായിരുന്നത് പരിവേഷ ബോർഡിൽ അപ്ലൈ ചെയ്യണം പറഞ്ഞാണ് അപ്പോൾ ധാരണ ഉണ്ടായിരുന്നത്. കഴിഞ്ഞ ഒരാഴ്ച മീറ്റിംഗിലും ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ സൈഡിലിരുന്നാണ് ശരിക്കും ഇത് മൂവ് ചെയ്യുമ്പോൾ ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ സൈഡിലിരുന്നു അവർ കൊടുത്തിരിക്കുന്ന അഫിഡവിറ്റിൽ പറയുന്നത് കേരളത്തിലെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് റെസ്പോണ്ട് ചെയ്തില്ല എന്നാണ്. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വീഴ്ചയാണ് ഇത്. സർക്കാരിൻ്റെ ഒരു ടീമായി നിന്ന് പ്രവർത്തിച്ച് ഏകോപനത്തോടു കൂടി കൊണ്ടുപോകേണ്ട ഒരു പ്രശ്നത്തിനകത്ത് ആ ഘട്ടത്തിൽ ഒന്നും ഉണ്ടായിട്ടില്ല. റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റും സർവേ ഡിപ്പാർട്ട്മെൻറ്റും ഇവിടെ അളക്കാൻ വരുന്ന സമയത്ത് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ 2 പേരുണ്ടായിരുന്നു. ചാലക്കുടി MLA കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വളരെ അടിയന്തര ശ്രദ്ധ വകുപ്പിൻ്റെ ആവശ്യമുള്ള ഒരു വിഷയം മണ്ഡലത്തിലുണ്ടെന്നും അത് അടിയന്തരമായി നേരിട്ട് വന്ന് സന്ദർശിക്കണമെന്നും ജനങ്ങൾക്ക് പറയാനുള്ളത് കേൾക്കണമെന്നും പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഇവിടേക്ക് വന്നത്. അപ്പോൾ പലപ്പോഴും നമ്മുടെ നാടിൻ്റെ ഒരു പ്രശ്നം, പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പൊക്കെ അടുക്കുന്ന സമയത്ത് തെരഞ്ഞെടുപ്പിൽ വോട്ട് കിട്ടണമെങ്കിൽ ദ്രുതഗതിയിൽ ചില തീരുമാനങ്ങൾ എടുക്കുകയും ആ എടുക്കുന്ന തീരുമാനങ്ങളുടെ വിവിധ വശങ്ങൾ പരിശോധിക്കാതെ എടുക്കുന്ന തീരുമാനങ്ങൾ പിന്നീട് പല തരത്തിലും അത് അനുഭവിക്കുന്ന ഏറ്റവും അടിസ്ഥാന വിഭാഗത്തിൽപ്പെട്ട ജനങ്ങൾക്ക് ദോഷകരമായി വന്നു ചേരുന്ന സാഹചര്യവും പലപ്പോഴും കാണാറുണ്ട്. അത്തരത്തിലുള്ള ഒരു തീരുമാനം ഇവിടെയും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. കാരണം നമ്മളെ സംബന്ധിച്ച്, ഈ സർക്കാരിനെ സംബന്ധിച്ച്
തെരഞ്ഞെടുപ്പോ വോട്ടോ അല്ല പ്രശ്നം. ഇവിടെ ദുരിതം അനുഭവിക്കുന്ന ആളുകൾ, ഇപ്പോൾ ഒരു നല്ല മഴ പെയ്താൽ തന്നെ ഈ ഷെഡുകളിലൊന്നും ആർക്കും സുരക്ഷിതമായിട്ട് ഇരിക്കാൻ കഴിയില്ല. കൊച്ചുകുട്ടികൾ ഉൾപ്പെടെയുള്ള ആളുകളുണ്ട്. അപ്പം നമ്മുടെ ലക്ഷ്യം വോട്ടോ ഇലക്ഷനോ അല്ല, മറിച്ച് ഈ പ്രശ്നം പരിഹരിക്കുക എന്നുള്ളതാണ്. അവരോടും സർക്കാരിൻ്റെ ഒരു ഇത്തരം വിഷയങ്ങളിലൊക്കെ നീതി കിട്ടാത്ത ആളുകൾക്ക് നീതി എത്തിക്കുന്നതിന് വേണ്ടി നമ്മുടെ സമൂഹത്തിൽ ആരെങ്കിലും ഒക്കെ ചിന്തിക്കുന്നുണ്ട് എന്നറിയുന്നതിൽ തീർച്ചയായിട്ടും നമുക്ക് വളരെ സന്തോഷമാണ്. അതുകൂടി അറിയിച്ചുകൊണ്ട് ദിവസങ്ങളിൽ തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഉന്നതതല ചർച്ച തിരുവനന്തപുരത്ത് വെച്ച് നടക്കും. അതിൻ്റെ തീയതി ഇപ്പോൾ എനിക്ക് പറയാൻ കഴിയില്ല, കാരണം ഞാൻ മാത്രം പങ്കെടുക്കുന്നതാണെങ്കിൽ ഇപ്പോൾ തന്നെ പറയാമായിരുന്നു. മറ്റ് വകുപ്പുകളുടെ കൂടി, പ്രത്യേകിച്ച് ഫോറസ്റ്റ് മിനിസ്റ്ററുടെ കൂടി സൗകര്യം കൂടി നോക്കി തീർച്ചയായിട്ടും MLA കൂടി ആ യോഗത്തിലേക്ക് വിളിക്കുന്നതായിരിക്കും. ഓക്കെ ശരി 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 കേട്ടോ. അതിന് വേണ്ട ആലപ്പുഴ മതിയോ? ഓക്കെ. ഭൂമി തരമാറ്റം, പട്ടയം അനുവദിക്കൽ എന്നിവ സുഗമമാക്കുവാൻ ചട്ടഭേദഗതി ആവശ്യമെങ്കിൽ നടപ്പിലാക്കുമെന്ന് റവന്യൂ മന്ത്രി AP അനിൽകുമാർ. റവന്യൂ വകുപ്പ് ജില്ലാതല അവലോകന യോഗത്തിൽ അധ്യക്ഷത വഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പല നിയമങ്ങളും നടപ്പിലാക്കുമ്പോഴാണ് പ്രായോഗിക ബുദ്ധിമുട്ടുകൾ ശ്രദ്ധയിൽപ്പെടുന്നത്. ഇത്തരം പ്രതിസന്ധികൾ മറികടക്കാൻ ഭേദഗതികളും പ്രത്യേക ഉത്തരവുകളും ആവശ്യമായി വരും. സംസ്ഥാനത്തെ 14 ജില്ലകളിലെയും അവലോകന യോഗങ്ങൾ പൂർത്തിയായ ശേഷം ഉദ്യോഗസ്ഥർ മുന്നോട്ട് വയ്ക്കുന്ന പ്രായോഗിക നിർദ്ദേശങ്ങളും നിയമ ഭേദഗതികളും പരിശോധിച്ച് ആവശ്യമായ സർക്കാർ ഉത്തരവുകൾ പുറപ്പെടുവിക്കാൻ നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. ഏറ്റവും കൂടുതൽ ഫയലുകൾ കൈകാര്യം ചെയ്യുന്നതും ജനങ്ങളുമായി നേരിട്ട് ബന്ധപ്പെടുന്നതുമായ വകുപ്പാണ് റവന്യൂ എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നാട്ടിൽ ഉണ്ടാകുന്ന ഏത് കാര്യത്തിനും റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥരുടെ പങ്കാളിത്തം അനിവാര്യമാണ്. ജനങ്ങൾ തങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ചും ആനുകൂല്യങ്ങളെക്കുറിച്ചും ബോധവാന്മാരാണ്. എല്ലാ അപേക്ഷകളിലും അനുകൂലമായി തീർപ്പുണ്ടാക്കാൻ സാധിച്ചില്ലെങ്കിലും ഓഫീസുകളിൽ എത്തുന്ന ജനങ്ങളെ ക്ഷമയോടെ കേൾക്കാനും അവരെ സമാശ്വസിപ്പിക്കാനുമുള്ള സമീപനം ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുണ്ടാകണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു. ഫയലുകൾ പരമാവധി വേഗത്തിലും സുതാര്യമായും തീർപ്പ് കൽപ്പിക്കേണ്ടത് അനിവാര്യമാണ്. തീരദേശവാസികൾ, ആദിവാസികൾ, SC/ST കോളനി നിവാസികൾ തുടങ്ങിയ പാവപ്പെട്ട ആളുകളുടെ പ്രശ്നങ്ങൾക്ക് പ്രത്യേക ശ്രദ്ധ കൊടുത്ത് വേഗത്തിൽ പരിഹാരം കാണുവാൻ സാധിക്കണം. 100 ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി 25,000-ലധികം ഭൂമി തരംമാറ്റ അപേക്ഷകൾ തീർപ്പാക്കാനാണ് വകുപ്പിന്റെ തീരുമാനം. സർവേയർമാരുടെ കുറവ് പരിഹരിക്കുന്നതിന് സർക്കാർ തലത്തിൽ കൂടിയാലോചിച്ച് നടപടി ഉണ്ടാകുമെന്നും മന്ത്രി പറഞ്ഞു. 100 ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി ജില്ലയിൽ 200 പട്ടയങ്ങൾ വിതരണം ചെയ്യുകയാണ് ലക്ഷ്യം. പട്ടയങ്ങൾ അനുവദിക്കുന്നതിന്റെ എണ്ണം കൂട്ടുവാൻ ശ്രമിക്കണമെന്ന് റവന്യൂ വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി K. ജീവൻ ബാബു നിർദ്ദേശം നൽകി. ലക്ഷ്യത്തിനപ്പുറം പട്ടയങ്ങൾ വിതരണം ചെയ്യാനാകുമെന്ന് ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രൻ അറിയിച്ചു. കൂടാതെ 6 സ്മാർട്ട് വില്ലേജ് ഓഫീസുകൾ 100 ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി ഉദ്ഘാടനത്തിന് ജില്ലയിൽ സജ്ജമാകുന്നുണ്ട്. ജില്ലയിൽ 31 പദ്ധതികൾക്കായി 157.15 ഹെക്ടർ ഭൂമി ഏറ്റെടുക്കാനുണ്ട്. 2026 അവസാനത്തോടെയോ 2027 ആദ്യപാദത്തിലോ ഈ നടപടികൾ പൂർത്തിയാക്കാനാകുമെന്നും ജില്ലാ കളക്ടർ കൂട്ടിച്ചേർത്തു. കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്ന യോഗത്തിൽ ഡയറക്ടർ ഓഫ് സർവേ ആൻഡ് ലാൻഡ് റെക്കോർഡ്സ് JO അരുൺ, റവന്യൂ മന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി PK ജയശ്രീ, അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് M. സന്ദീപ്, അസിസ്റ്റന്റ് കളക്ടർ AC പ്രീതി, ഡെപ്യൂട്ടി കളക്ടർമാർ, തഹസിൽദാർമാർ, വില്ലേജ് ഓഫീസർമാർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. സർക്കാരിലേക്ക് പണമടച്ച് പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കുന്ന ഉപഗ്രഹ ചിത്രങ്ങൾ തയ്യാറാക്കുന്നത് പകർപ്പവകാശ നിയമം ലംഘിച്ച്. ഈ ഇനത്തിൽ ജനങ്ങളിൽ നിന്ന് പിരിച്ചെടുത്തത് കോടികൾ. നിയമങ്ങൾ കാറ്റിൽ പറത്തി ഗൂഗിൾ എർത്ത് ചിത്രങ്ങൾ ലൈസൻസ് ഇല്ലാതെ ഉപയോഗിച്ച് കേരള സർക്കാർ ഏജൻസിയായ കേരള സംസ്ഥാന റിമോട്ട് സെൻസിംഗ് ആൻഡ് എൻവയോൺമെന്റൽ സെന്റർ പൊതുജനങ്ങളിൽ നിന്നും സർക്കാരിൽ നിന്നും കോടിക്കണക്കിന് രൂപ തട്ടിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. സംസ്ഥാനത്ത് നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമപ്രകാരം ഭൂമിയുടെ തരം മാറ്റത്തിനായി സമർപ്പിക്കുന്ന അപേക്ഷകളുമായി ബന്ധപ്പെട്ട് ഭൂമിയുടെ 2008 അവസ്ഥ മനസ്സിലാക്കുന്നതിനായാണ് ഉപഗ്രഹ ചിത്രങ്ങൾ പരിശോധിക്കുന്നത്. ഇതിനായി ഓരോ അപേക്ഷകനിൽ നിന്നും നിലവിൽ 2200 രൂപ വീതമാണ് സർക്കാർ ട്രഷറി വഴി ഫീസായി ഈടാക്കുന്നത്. ഇത്തരത്തിൽ ഫീസ് ഈടാക്കി നൽകുന്ന റിപ്പോർട്ടുകൾക്കായി ഗൂഗിൾ എർത്ത് ചിത്രങ്ങളോ ഡാറ്റയോ ഉപയോഗിക്കണമെങ്കിൽ പ്രത്യേക വാണിജ്യ ലൈസൻസ് ആവശ്യമാണ്. വ്യക്തിഗത ആവശ്യങ്ങൾക്കോ ഗവേഷണങ്ങൾക്കോ ഗൂഗിൾ എർത്ത് സൗജന്യമായി ഉപയോഗിക്കാം എങ്കിലും ഇവ ഉപയോഗിച്ച് റിപ്പോർട്ടുകൾ ഉണ്ടാക്കി
പൊതുജനങ്ങളിൽ നിന്ന് പണം ഈടാക്കുന്നത് ഗൂഗിളിന്റെ സേവന വ്യവസ്ഥകളുടെയും ഇന്ത്യൻ പകർപ്പവകാശ നിയമത്തിന്റെ കടുത്ത ലംഘനമാണ്. വിവരാവകാശ രേഖകൾ പ്രകാരം 2016-2017 മുതൽ ഇതുവരെ 51,000-ത്തിലധികം അപേക്ഷകരിൽ നിന്നായി കോടിക്കണക്കിന് രൂപയാണ് ഈ ഇനത്തിൽ കേരള സർക്കാർ പിരിച്ചെടുത്തിട്ടുള്ളത്. കൂടാതെ കൃഷിഭവനുകളുടെ ഡാറ്റ ബാങ്ക് പുതുക്കുന്നതിനായി കൃഷി വകുപ്പിൽ നിന്നും 2 കോടിയോളം രൂപയും ഈ ഏജൻസി കൈപ്പറ്റിയിട്ടുണ്ട്. ISROയുടെ ഇന്ത്യൻ ഡാറ്റ സെറ്റുകൾ ഉപയോഗിക്കാൻ അനുമതിയുണ്ടായിട്ടും എളുപ്പത്തിനായി വിദേശ കോർപ്പറേറ്റ് കമ്പനിയുടെ സൗജന്യ ഡാറ്റയെയാണ് ഈ സർക്കാർ സ്ഥാപനം നിയമവിരുദ്ധമായി ആശ്രയിക്കുന്നതെന്നും ഇത്തരത്തിൽ പകർപ്പവകാശ നിയമം ലംഘിച്ച റിപ്പോർട്ടുകൾ ഉണ്ടാക്കി ഔദ്യോഗിക രേഖകൾ എന്ന രീതിയിൽ അവതരിപ്പിച്ച് കോടതികളെ വരെ തെറ്റിദ്ധരിപ്പിച്ചു പോരുകയാണ്. ചാലക്കുടി നഗരസഭയുടെ നേതൃത്വത്തിൽ വിദ്യാഭ്യാസ രംഗത്ത് ഉന്നത വിജയം നേടിയവരെയും വിവിധ മേഖലകളിലെ പ്രതിഭകളെയും ആദരിച്ചു. സനീഷ് കുമാർ ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ ചെയർപേഴ്സൺ ആലി ഷിബു, വൈസ് ചെയർപേഴ്സൺ KV പോൾ, വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷ ലിജി ജോജി എന്നിവർ പ്രസംഗിച്ചു. സാജു ആന്റണി പാത്താട് മോട്ടിവേഷൻ ക്ലാസ് നയിച്ചു. വളരെ സന്തോഷവും അഭിമാനവുമുള്ള ഒരു ചടങ്ങാണ് ചാലക്കുടി നഗരസഭ ഇന്ന് സംഘടിപ്പിച്ചിട്ടുള്ളത്. നമുക്കറിയാം, നഗരസഭയുടെ നേതൃത്വത്തിൽ നിരവധി വികസനക്ഷേമ പ്രവർത്തനങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. റോഡുകളുടെയും പാലങ്ങളുടെയും ഒക്കെ നിരവധിയായ കോടിക്കണക്കിന് രൂപ ചെലവ് വരുന്ന നിരവധി പദ്ധതി പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. എന്നാൽ ആ പദ്ധതി പ്രവർത്തനങ്ങളെക്കാൾ, വികസന പ്രവർത്തനങ്ങളെക്കാൾ മഹത്തരമായ ഒരു പരിപാടി ഇന്നിവിടെ സംഘടിപ്പിച്ചിരിക്കുകയാണ്. അത് നമ്മുടെ കൊച്ചുമക്കൾക്കുള്ള വലിയ ആദരവാണ്. വിജയങ്ങൾ കൈകരസ്ഥമാക്കട്ടെ എന്ന് ആശംസിക്കുന്നു. വിജയം കരസ്ഥമാക്കിയ സ്കൂളുകളാണ് നമ്മുടെ ചാലക്കുടി നഗരസഭയിലെ. നല്ലൊരു കയ്യടി. സ്പെഷ്യൽ അച്ചീവ്മെന്റ് അവാർഡുകളാണ് കൊടുക്കുന്നത്. എത്രയും പെട്ടെന്ന് കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് കുറുവലശ്ശേരി മാള സെക്കൻഡ് റാങ്ക് കരസ്ഥമാക്കിയ ആദിൽ റിഫൈൻ KS. ലയൺസ് ക്ലബ്ബ് ഓഫ് ചാലക്കുടിയുടെ പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും പുതിയ അംഗങ്ങളുടെ ഇൻഡക്ഷനും നടന്നു. ലയൺസ് ഇന്റർനാഷണൽ ഡിസ്ട്രിക്ട് മുൻ ഡിസ്ട്രിക്ട് ഗവർണറും മൾട്ടിപ്പിൾ കോർഡിനേറ്ററുമായ പ്രൊഫസർ വർഗീസ് വൈദ്യൻ ഉദ്ഘാടനം ചെയ്തു. ക്ലബ് പ്രസിഡന്റ് ഡോക്ടർ ജോർജ് കോളഞ്ചേരി അധ്യക്ഷനായി. മൾട്ടിപ്പിൾ കൗൺസിൽ ചെയർപേഴ്സൺ ലയൺസ് എഞ്ചിനീയർ സാജു ആന്റണി പാത്താടൻ പുതിയ അംഗങ്ങളുടെ ഇൻഡക്ഷൻ നിർവഹിച്ചു. റീജിയൻ ചെയർപേഴ്സൺ KK ജോൺസൺ, പ്രോഗ്രാം കൺവീനർമാരായ സുനിൽ ആന്റണി, ഹാരി J മാളിയേക്കൽ എന്നിവർ സംസാരിച്ചു. സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധി മറികടക്കാൻ നടപടികൾ വേഗത്തിലാക്കി KSEB. നാഷണൽ തെർമൽ പവർ കോർപ്പറേഷൻ, പവർ, പൾസ് ട്രേഡിംഗ് സൊല്യൂഷൻ എന്നീ കമ്പനികളിൽ നിന്ന് വൈദ്യുതി വാങ്ങാനാണ് നീക്കം. ഇതുമായി ബന്ധപ്പെട്ട KSEBയുടെ അപേക്ഷ റെഗുലേറ്ററി കമ്മീഷൻ പരിഗണിക്കും. 23,100 മെഗാവാട്ട് വീതം വൈദ്യുതി ഇരു കമ്പനികളിൽ നിന്നും വാങ്ങാനാണ് KSEB അനുമതി തേടിയിരിക്കുന്നത്. യൂണിറ്റിന് 5 രൂപ 96 പൈസ നിരക്കിൽ 2 കമ്പനികളും 100 മെഗാവാട്ട് വീതം വൈദ്യുതി നൽകും. ഈ മാസം മുതൽ അടുത്ത വർഷം ജൂലൈ 14 വരെയാകും ഇരു കമ്പനികളും തമ്മിലുള്ള കരാർ കാലാവധി. സംസ്ഥാനത്തെ ഗുരുതര വൈദ്യുതി പ്രതിസന്ധി കണക്കിലെടുത്ത് റെഗുലേറ്ററി കമ്മീഷൻ അനുമതി നൽകിയേക്കും എന്നാണ് സൂചന. സംസ്ഥാനത്ത് ഇപ്പോൾ തുടരുന്ന വൈദ്യുതി നിയന്ത്രണത്തിന് പുതിയ കരാറിലൂടെ പരിഹാരം കണ്ടെത്താൻ കഴിയും എന്നാണ് KSEBയുടെ പ്രതീക്ഷ. കടുത്ത ചൂടിനെ തുടർന്ന് വൈദ്യുതി ആവശ്യകത 500 മുതൽ 1000 മെഗാവാട്ട് വരെ വർദ്ധിച്ചതും പവർ എക്സ്ചേഞ്ചിൽ നിന്ന് ആവശ്യത്തിന് വൈദ്യുതി ലഭിക്കാത്തതുമായിരുന്നു നിയന്ത്രണത്തിന് കാരണം. ആഭ്യന്തര വൈദ്യുതി ഉൽപാദനം കുറഞ്ഞ സാഹചര്യത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ രാത്രികാല ലോഡ് നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു. വീരഞ്ചെറിയിൽ സ്വകാര്യ വ്യക്തിയുടെ വീട്ടുപറമ്പിലെ കമ്പിവേലിയുടെ നെറ്റിൽ കുടുങ്ങിയ ഈനാമ്പേച്ചയെ വനപാലകർ സുരക്ഷിതമായി രക്ഷിച്ചു. ഈനാമ്പേച്ചയെ കണ്ട വീട്ടുകാർ ഉടനെ തന്നെ വനംവകുപ്പ് അധികൃതരെ വിവരമറിയിക്കുകയായിരുന്നു. കൊന്നക്കുഴി ഫോറസ്റ്റ് സ്റ്റേഷനിലെ സെഷൻ ഫോറസ്റ്റ് ഓഫീസർ KK മധു, ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ MT വിഷ്ണു, ഫോറസ്റ്റ് വാച്ചർ നടരാജൻ, ചാലക്കുടി ഫോറസ്റ്റ് മൊബൈൽ വൈൽഡ് ലൈഫ് റെസ്ക്യൂവർ ദീപു, വാച്ചർ ഷിനോയ്, ഡ്രൈവർ ഷഫീഖ് എന്നിവരടങ്ങിയ സംഘമാണ് രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയത്.
ആളൂർ കല്ലട ഹോളിഡേ ഇൻ ബാറിൽ നിന്ന് 87,400 രൂപ മോഷ്ടിച്ച കേസിൽ ബാറിലെ മുൻ അക്കൗണ്ടന്റിനെ ആളൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. പാലക്കാട് മുതപ്പല്ലൂർ ചെല്ലപ്പടി സ്വദേശി 29 വയസ്സുള്ള കൃപാദാസാണ് പിടിയിലായത്. 3 മാസത്തോളം ബാറിൽ ജോലി ചെയ്തിരുന്ന ഇയാൾ മോഷണത്തിന് ശേഷം ഒളിവിൽ പോവുകയായിരുന്നു. കഴിഞ്ഞ ജൂൺ 13 പുലർച്ചെ 1:15 ബാറിലെ അക്കൗണ്ട് റൂമിലേക്ക് അതിക്രമിച്ച് കയറിയ പ്രതി മേശയ്ക്കുള്ളിൽ സൂക്ഷിച്ചിരുന്ന പണം കവരുകയായിരുന്നു. സംഭവത്തിന് ശേഷം ഒളിവിൽ പോയ പ്രതിയെ തമിഴ്നാട്ടിലെ ചെന്നൈക്ക് സമീപമുള്ള തിരുമുല്ലൈ വായൽ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ഒരു ഹോട്ടലിൽ ജോലി ചെയ്തു വരുന്നതിനിടയിലാണ് അന്വേഷണ സംഘം പിടികൂടിയത്. ആളൂർ പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർമാരായ ഷിബു, ജയകുമാർ, CPOമാരായ ഡാനിയൽ, ഹരികൃഷ്ണൻ എന്നിവരടങ്ങുന്ന സംഘമാണ് കേസ് അന്വേഷിച്ച് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. മഞ്ഞപ്പുറം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുൻ മുഖ്യമന്ത്രിയും കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗവുമായിരുന്ന ഉമ്മൻചാണ്ടിയുടെ അനുസ്മരണ സമ്മേളനം നടത്തി. വടക്കംഭാഗം ജംഗ്ഷനിൽ നടന്ന അനുസ്മരണ സമ്മേളനം കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് സെബി കിടങ്ങൻ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് ചെറിയാൻ തോമസ് അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് സണ്ണി ഫൈനാടത്ത് അനുസ്മരണ ദിന സന്ദേശം നൽകി. നേതാക്കളായ സിജു ഈരാളി, ദേവസി മാടൻ, ബിനോയ് പാറയ്ക്ക, ടിനു മോംബിൻസ്, ബിജു നെറ്റിക്കാടൻ, ചിഞ്ചു ജിജോ, സുനിത ലാലു, സെബാസ്റ്റ്യൻ കൊട്ടേക്കാലി, LC സാജു, ലീമ ബിനോയ്, ബൈജു കോളാട്ടുകുടി, ജോമോൻ ഓലിയപ്പുറം, സുരേഷ് ബാബു, ജോസൻ വി ആന്റണി, സുധീർ പല്ലൂർ, OL ആന്റണി എന്നിവർ പ്രസംഗിച്ചു. പതാക ഉയർത്തൽ, ഛായാചിത്രത്തിൽ പുഷ്പാർച്ചന, സർവമത പ്രാർത്ഥന, അനുസ്മരണ പ്രസംഗങ്ങൾ എന്നിവ ഉണ്ടായിരുന്നു. മൊബൈൽ ഫോണിനും ടിവിക്കും മുന്നിൽ സമയം നഷ്ടപ്പെടുന്ന കുട്ടികളെ മികച്ച സ്വഭാവ ഗുണമുള്ളവരാക്കി വളർത്തിയെടുക്കാനുള്ള അവസരം ചാലക്കുടിയിൽ. ISR ശാസ്ത്രജ്ഞനും ആദിശങ്കര യൂണിവേഴ്സിറ്റി മുൻ വൈസ് ചാൻസലറുമായ ഡോക്ടർ TP ശിവകുമാറിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന സവിശേഷമായ പരിശീലന പരിപാടി ജൂലൈ 19 ഞായറാഴ്ച നടക്കും. പരിവർത്തന ഗുരുകുലം ഗ്രാൻഡ്മ ചൈൽഡ് കെയർ എന്ന പേരിൽ വീട്ടിലൊരു വിദ്യാലയം, കുട്ടികളിലെ മൊബൈൽ അഡിക്ഷൻ മാറ്റുക, നല്ല ശീലങ്ങൾ വളർത്തുക എന്നതാണ് ലക്ഷ്യം. കുട്ടികളുടെ ഭാവിയെ കരുതിവെക്കാൻ ആഗ്രഹിക്കുന്ന മാതാപിതാക്കൾക്കും അധ്യാപകർക്കും പങ്കെടുക്കാം. സീറ്റുകൾ തികച്ചും പരിമിതമായതിനാൽ കൂടുതൽ അറിയാൻ പങ്കെടുക്കാനും ആഗ്രഹിക്കുന്നവർ 99 46 94 66 19 എന്ന നമ്പറിൽ ബന്ധപ്പെട്ട് എത്രയും വേഗം പേര് രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. സംസ്ഥാനത്തെ വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴ. 4 ജില്ലകളിലാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലർട്ട് പുറപ്പെടുവിച്ചിരിക്കുന്നത്. കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്, മലപ്പുറം ജില്ലകളിലാണ് മുന്നറിയിപ്പുള്ളത്. ബംഗാൾ ഉൾക്കടലിന്റെ തെക്കു പടിഞ്ഞാറൻ ഭാഗം മുതൽ വടക്കൻ ലക്ഷദ്വീപ് പ്രദേശം വരെ, വടക്കൻ തമിഴ്നാട്, തെക്കൻ ഉൾനാടൻ കർണാടക, വടക്കൻ കേരളം വഴി സമുദ്രനിരപ്പിൽ നിന്ന് 7.6 കിലോമീറ്റർ ഉയരത്തിൽ ന്യൂനമർദ്ദപാത്തി സ്ഥിതി ചെയ്യുന്നു. തൽഫലമായി കേരളത്തിൽ 21 വരെയുള്ള ദിവസങ്ങളിൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ്. 24 മണിക്കൂറിൽ 64.5 മില്ലിമീറ്റർ മുതൽ 115.5 മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുന്ന സാഹചര്യത്തെയാണ് ശക്തമായ മഴ എന്നതുകൊണ്ട് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അർത്ഥമാക്കുന്നത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വീരാങ്കുടി ആദിവാസി ഉന്നതികളിൽ നിന്നും മാരാങ്കോട് വന്ന് താമസിക്കുന്ന ജനവിഭാഗങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി 10 ദിവസത്തിനുള്ളിൽ അടിയന്തര ഉന്നതതല യോഗം ചേരുമെന്ന് മന്ത്രി KA തുളസി. ഭൂമി തരംമാറ്റം, പട്ടയം അനുവദിക്കൽ എന്നിവ സുഗമമാക്കുവാൻ ചട്ടഭേദഗതി ആവശ്യമെങ്കിൽ നടപ്പിലാക്കുമെന്ന് റവന്യൂ മന്ത്രി AP അനിൽകുമാർ. സർക്കാരിലേക്ക് പണമടച്ച് പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കുന്ന ഉപഗ്രഹ ചിത്രങ്ങൾ തയ്യാറാക്കുന്നത് പകർപ്പവകാശ നിയമം ലംഘിച്ച്. ചാലക്കുടി നഗരസഭയുടെ നേതൃത്വത്തിൽ വിദ്യാഭ്യാസ രംഗത്ത് ഉന്നത വിജയം നേടിയവരെയും വിവിധ മേഖലകളിലെ പ്രതിഭകളെയും ആദരിച്ചു. കരസ്ഥമാക്കിയ സ്കൂളുകളാണ് നമ്മുടെ ചാലക്കുടി നഗരസഭയിലെ. നല്ലൊരു കയ്യടികൾ കൊടുത്ത് ആളൂർ കല്ലട ഹോളിഡേ ഇൻ ബാറിൽ നിന്ന് 87,400 രൂപ മോഷ്ടിച്ച കേസിൽ ബാറിലെ മുൻ അക്കൗണ്ടന്റിനെ ആളൂർ പോലീസ് അറസ്റ്റ് ചെയ്തു.
ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.